ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോതൻ്റെ ആണിപ്പാടുള്ള വലതുകരം ഉയർത്തി നമ്മെ ഓരോരുത്തരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും മഹാമാരികളിൽ നിന്നും പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും കാത്ത് പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ക്രിസ്തുമസിന് വേണ്ടി 2024 ആണ്ട് ക്രിസ്തുമസിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 11-ാം തീയതിയായി. വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയേ നമുക്ക് ഒരുങ്ങുവാനായിട്ട് ഉള്ളൂ. ജൂബിലി വർഷത്തിലേക്ക് നാം ഈ ക്രിസ്തുമസോടുകൂടി പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിങ്ങനെയാണ്, ഇമ്മാനുവൽ, കൂടെ നടക്കുന്ന ദൈവം, കൂടെ ആയിരിക്കുന്ന ദൈവം. ക്രിസ്ത്യാനിയുടെ ദൈവം അകലങ്ങളിൽ ഇരിക്കുന്നൊരു ദൈവമല്ല, വെറും വിശ്വാസം മാത്രമല്ല, പുസ്തകങ്ങളിൽ കാണപ്പെടുന്നൊരു ദൈവമല്ല. പ്രത്യുത ക്രിസ്ത്യാനിയുടെ ദൈവം കൂടെ നടക്കുന്ന സാന്നിധ്യമാണ്. നമ്മുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ദൈവം നമ്മെ വഴി നടത്തുന്നു. ദൈവം നമ്മെ പരിപാലിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം നമ്മെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റേതായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നു. വളരെ മനോഹരമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആന്തരിക സത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്മാനുവലായ ദൈവം കൂടെയുള്ളപ്പോൾ, കൂടെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ നടക്കുന്ന വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ആദത്തിൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ ദൈവിക ഇടപെടലിനെക്കുറിച്ചാണ് നാം കണ്ടത്. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് പരിപാലിച്ച് വേണ്ടതെല്ലാം നൽകി കരങ്ങളിൽ പിടിച്ച് കൂടെ നടത്തി സഞ്ചരിക്കുന്ന ദൈവം, ഇമ്മാനുവൽ, കൂടെയുള്ള ദൈവം. ആ ദൈവത്തോടു കൂടെ സഞ്ചരിക്കുവാനായിട്ട് സാധിക്കാതെ പോയി പാപം ചെയ്ത നിമിഷത്തിലാണ് തൻ്റെ അധ്വാനത്തിൽ നിന്ന് ഭക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് ആദം എത്തിച്ചേരുക എന്നൊക്കെ നാം കാണുകയുണ്ടായി. ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ ദൈവം കൂടെ നടക്കുന്ന അനുഭവത്തിലെ ഏതാനും ചില ഏടുകളൊന്ന് കാണുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 2-ാം അധ്യായം 18-ാം തിരുവചനമാണ് ആധാരമായിട്ടുള്ളത്. ദൈവം കൂടെ നടക്കുമ്പോൾ നമ്മുടെ മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്ന നന്മകളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക. 18-ാം വചനം പറയുന്നത് എങ്ങനെയാണ്? ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഇന്നലെ നാം കാണുകയുണ്ടായി വിവാഹ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അതായത് വിവാഹം നടക്കാൻ സാധിക്കാതെ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്, വിവാഹ തടസ്സം മാറുവാനായിട്ട്. അപ്പോൾ ഒന്ന് ഓർക്കുക, ഈ വചനം പറയുന്നത് തൻ്റെ കൂടെ നടക്കുന്ന മക്കളുടെ വിവാഹ ജീവിതം അത് കർത്താവിൻ്റെ തന്നെ പ്രവൃത്തിയാണ്. ഒരു വ്യക്തിക്ക് ചേർന്ന ഇണയെ ഒരുക്കി നൽകുന്നത് ദൈവം തന്നെയാണ്. അതോടൊപ്പം നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് ആദത്തെ ഒരു ഗാഠനിദ്രയിലേക്ക് ആഴ്ത്തിയതിനു ശേഷം ആദത്തിൻ്റെ തന്നെ വാരിയെല്ലെടുത്ത് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്ത് അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു എന്നാണ് വചനം പറയുക. ഒരുപക്ഷെ ഞാൻ കഴിഞ്ഞ നാളുകളിൽ ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ശക്തമായ ചിന്ത ഇതാണ്: ദൈവം ഒരുക്കി നിർത്തുമ്പോൾ മാത്രമാണ് അത് ദൈവത്തിൻ്റെ സമയമുണ്ട്. ആ സമയത്ത് കൃത്യമായിട്ട് ദൈവം ഒരുക്കി വയ്ക്കുന്ന വ്യക്തിയിലൂടെ മാത്രം വിവാഹ ജീവിതം നടക്കുക. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ വിവാഹം ഒരു കൂദാശയായിട്ട് നമ്മൾ കാണുന്നത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ ഹൗവ ആദത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു അസ്ഥിയായി അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നതാണ്. അവൻ ജനിച്ച നിമിഷം മുതൽ, അവൻ രൂപപ്പെട്ട നിമിഷം മുതൽ ഹൗവ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഹൗവയെ മനസ്സിലാക്കാനായിട്ട് ആദത്തിന് സാധിച്ചില്ല. ദൈവം ഒരുക്കി നിർത്തി ഒരു ഗാഠനിദ്ര എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല ഗാഠനിദ്ര എന്തായിരുന്നു എന്ന്. ഒരു പ്രത്യേക ജീവിത കാലഘട്ടം കഴിയുമ്പോൾ ദൈവം ആദത്തിൻ്റെ തന്നെ ഉള്ളിലുണ്ടായിരുന്ന ഹൗവയെ ആദത്തിന് മുമ്പിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പ്രകടമാകുകയാണ്. അപ്പോൾ മാത്രമാണ് ആദത്തിന് ഹൗവയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ വിവാഹമെന്ന കൂദാശയിലൂടെ പരസ്പരം ബന്ധിക്കപ്പെടുന്ന സമയത്ത് മാത്രമാണ് തൻ്റെ ഇണയെന്ന രീതിയിൽ നമുക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുവരെ കൂടെ ഉണ്ടായിരുന്ന ഹൗവയെ മനസ്സിലാക്കാൻ ആദത്തിന് സാധിക്കാത്തതുപോലെ അതിനു മുമ്പൊന്നും നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവം കൂട്ടിച്ചേർക്കുമ്പോഴേ
അത് പൂർണ്ണമായൊരു കൂട്ടിച്ചേർക്കലാകൂ. പരസ്പരം മനസ്സിലാക്കി, പരസ്പരം അംഗീകരിച്ച്, പരസ്പരം സ്നേഹിച്ച് ഒന്നായി തീരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ദൈവം കൂട്ടിച്ചേർക്കുമ്പോൾ മാത്രമാണ്. മാനുഷികമായൊരു കൂടിച്ചേരലല്ല അത്. അതുകൊണ്ട് തന്നെയാണ് അവൻ പറഞ്ഞത്, ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, മാംസത്തിലുള്ള മാംസം. അവൾ വിവാഹമെന്ന കൂദാശ ശരിക്കും ദൈവം ഒരുക്കി വെച്ച് നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയാണത്. അത് ആരുമായി കൂടിച്ചേരണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. അതിൽ വചനം പറയുന്നുണ്ട്, അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. വലിയൊരു രഹസ്യമാണ് ഈ ഒറ്റ ശരീരമാവ് തീരുക എന്ന് പറയുന്നത്. വലിയ രഹസ്യമാണെന്ന് പൗലോസ്ലീഹായും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അവർ ഒന്നായി തീരുന്നു. ഇനിമേൽ രണ്ടല്ല, അവർ ഒന്നാണ്. ഒറ്റ ശരീരമാകുക എന്ന് പറയുമ്പോൾ പൊക്കത്തിലും വണ്ണത്തിലുമൊക്കെ ഇവർക്ക് വ്യത്യാസങ്ങളുണ്ട്. ഒറ്റ ശരീരമാകുക എന്ന് പറഞ്ഞാൽ അവരുടെ പരസ്പര ബന്ധത്തെയാണ്, ശാരീരിക ബന്ധത്തെക്കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വയ്ക്കുക. ഇവരുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കാം, ഇവരുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങളൊക്കെ വ്യത്യസ്തങ്ങളായിരിക്കാം, സ്വപ്നങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കാം, ഇച്ഛകൾ വ്യത്യസ്തങ്ങളായിരിക്കാം, ഇവരുടെ വസ്ത്രധാരണ രീതി വ്യത്യസ്തമായിരിക്കാം, ഇവരുടെ സംസാര രീതി വ്യത്യസ്തമായിരിക്കാം, ഇവരുടെ ചിന്താരീതികൾ വ്യത്യസ്തമായിരിക്കാം. ഒന്നും തന്നെ ഒന്നുപോലെ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. എന്നാൽ ഈ ഒന്നായി തീരുക, ഒറ്റ ശരീരമായി തീരുക എന്ന് പറയുമ്പോൾ അവർ പരസ്പരം ഒന്നു ചേരുന്നു എന്നതിൻ്റെ അർത്ഥം. ശാരീരികമായി ഒന്നു ചേരുന്നു. ഈ ഒരു അവസ്ഥയെയാണ് ഒന്നുചേരൽ കൊണ്ട് വചനത്തിൽ വ്യക്തമാക്കുക. വിവാഹ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച്, ദാമ്പത്യ ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് തോബിത്തിൻ്റെ പുസ്തകത്തിൽ വളരെ ശക്തമായിട്ട് പറഞ്ഞു വച്ചിട്ടുണ്ട്. ദൈവം കൂടെ നടന്ന അനുഭവമുള്ള മറ്റൊരു വ്യക്തിയാണ് തോബിയാസ്. തോബിയാസും തോബിയാസിനൊപ്പം ദൈവം സാന്നിധ്യമായി അയച്ചത് റഫായേൽ മാലാഖയാണ്. കൂടെ നടക്കുന്ന ദൈവം. മാലാഖമാരൊക്കെ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകങ്ങളാണ്. നോക്കുക, തോബിയാസിൻ്റെ കൂടെ നടക്കുകയാണ് ദൈവം. എന്തിനു വേണ്ടി നടക്കുന്നത്? അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഇണയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു യാത്രയാണത്, മറ്റൊന്നുമല്ല. തോബിയാസിന് തൻ്റെ ഇണയെ കണ്ടെത്തുന്നതിനുള്ള യാത്രയിൽ ആ ഇണയെ കണ്ടെത്തുവാനായിട്ട് സഹായിക്കുന്നത് ദൈവം തന്നെയാണ്. റഫായേൽ മാലാഖയെ ഉപയോഗിച്ചുകൊണ്ട് ദൈവം കൂടെ നടന്ന് തോബിയാസിന് തൻ്റെ ഭാര്യ സാറായെ കണ്ടെത്തുവാനായിട്ട് ഇടവരികയാണ്. വളരെ മനോഹരമാണ് അവരുടെ ആ ഒത്തുചേരലും അവരുടെ വിവാഹവുമൊക്കെ. നമുക്കറിയാം, ആ വചനഭാഗം വായിച്ചിട്ടുള്ളവരാണ് എങ്കിൽ ഈ സാറ എന്ന് പറയുന്ന പെൺകുട്ടി, സാറ പൈശാചിക ബാധയുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അവൾ അതിനു മുമ്പ് 7 തവണ വിവാഹം ചെയ്തതാണ്. വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയിൽ തന്നെ അവളുടെ ഭർത്താക്കന്മാരെ പിശാച് കൊന്നുകളഞ്ഞുകൊണ്ടിരുന്നു. അവരെല്ലാം മണവറയിൽ വെച്ച് തന്നെ മരിക്കുകയാണ്. അപ്പോൾ വലിയ കടുത്ത പൈശാചിക ബാധയുള്ള ഒരു പെൺകുട്ടി. ഇവിടെ വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ വചനം വായിച്ചു വന്നപ്പോൾ എൻ്റെ മുമ്പിൽ കണ്ടൊരു കാര്യം, ഈ വിവാഹത്തിന് മുമ്പ് തന്നെ തോബിയാസിന് ഈ കാര്യം അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ പെൺകുട്ടിക്ക് ഇങ്ങനൊരു കുറവുണ്ട് എന്ന്, ഈ പെൺകുട്ടി പിശാചി ബാധയുള്ള പെൺകുട്ടിയാണെന്ന് തോബിയാസിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് വചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അപ്പോൾ തോബിയാസ് ദൂതനോട് പറഞ്ഞു, സഹോദരൻ അസറിയാസ് ആ പെൺകുട്ടി 7 പേര് വിവാഹം ചെയ്തതാണെന്നും അവരോരോരുത്തരും മണവറയിൽ വെച്ച് മരിച്ചെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഏകമകനാണ്. മണവറയിൽ പ്രവേശിച്ചാൽ ഞാനും എൻ്റെ മുൻഗാമികളെ പോലെ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരു പിശാച് അവളിൽ അനുരക്തനാണ്. അവളെ സമീപിക്കുന്നവരെ മാത്രമേ അത് ഉപദ്രവിക്കാറുള്ളൂ. ഞാനും മരിക്കുമെന്നും എൻ്റെ മരണം മാതാപിതാക്കളെ ദുഃഖത്തിലാഴ്ത്തി കൊല്ലുമെന്നും ഞാൻ ഭയപ്പെടുന്നു. അവരെ സംസ്കരിക്കാൻ ഞാനല്ലാതെ മറ്റു സന്താനങ്ങളില്ല. നോക്കുക, അതായത് സാറായെ ബാധിച്ചിരുന്ന ആ വലിയ പ്രശ്നത്തെക്കുറിച്ച്, സാറായുടെ ആ വലിയ കുറവിനെക്കുറിച്ച് തോബിയാസ് അറിഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന വ്യക്തികളെല്ലാം പൂർണ്ണരായ വ്യക്തികളാരെങ്കിലും നിർബന്ധമൊന്നുമില്ല. കുറവുള്ളവരാണ്, പല വിധത്തിൽ കുറവുള്ളവരായിരിക്കാം. എങ്കിലും മനസ്സിലാക്കുക, ദൈവമാണ് ആ വ്യക്തിയെ എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ദൈവമാണ് ആ വ്യക്തിയെ എനിക്ക് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ എന്ന വ്യക്തിയിലൂടെ എൻ്റെ ജീവിത പങ്കാളി
അപ്പോൾ ജീവിത പങ്കാളിയുടെ കുറവിനെ പരിഹരിച്ച് രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരും അതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. തോബിയാസിൻ്റെയും സാറായുടെയും ജീവിതത്തിൽ സംഭവിച്ചത് തന്നെയാണ്. തോബിയാസ് വഴി ദൈവത്തിൻ്റെ ദൂതൻ ഇടപെടുന്നു, പിശാചിനെ ആട്ടിപ്പായിക്കുന്നു, അവളെ ബാധിച്ചിരുന്ന വലിയ പ്രശ്നത്തിൽ നിന്ന് അവൾക്ക് വിടുതലും മോചനവും ലഭിക്കുന്നു. അവർ വിവാഹിതരായിത്തീരുന്നു. ഇന്നൊരു ചെറിയ കുറവ് അന്വേഷിച്ച് നടക്കുന്നവരാണ് നമ്മൾ. ജീവിത പങ്കാളി വിവാഹത്തിന് മുമ്പ് തന്നെ ഒത്തിരി അന്വേഷണങ്ങളൊക്കെ നടത്തും. അന്വേഷിക്കാത്ത മേഖലകളൊന്നുമില്ല. എല്ലാ വിധത്തിലും സെർച്ച് ചെയ്ത് അന്വേഷിച്ച് നോക്കും. അവസാനമോ എന്നിട്ട് എവിടെയെങ്കിലും ചെന്ന് കുടുങ്ങുകയും ചെയ്യും. അത് വലിയ വേറൊരു തമാശയാണ്. അപ്പോൾ എത്ര അന്വേഷിച്ചാലും എത്ര കുറവുണ്ടെങ്കിലും കുറവുള്ള വ്യക്തി ആയിരിക്കട്ടെ. ഒരു കുറവുള്ള വ്യക്തിയെ സ്വീകരിച്ച് ആ കുറവ് പരിഹരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവത്താൽ നയിക്കപ്പെടുന്ന വ്യക്തി എന്ന് പറയുക. ജീവിത പങ്കാളിയുടെ കുറവിനെ നിറവാക്കി മാറ്റുവാനായിട്ട് മറ്റേ ആൾക്ക് സാധിക്കണം. ഇതാണ് കുടുംബജീവിതത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത്. അതിനുശേഷം നോക്കുക, അവരിവരുടെ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ വളരെ മനോഹരമായ ചില കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ആദ്യ രാത്രിയിൽ കിടക്കയിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ കിടക്കയിലേക്ക് എത്തിക്കഴിയുമ്പോൾ തോബിയാസ് പറയുകയാണ്, മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. ആരാണ് പറയുന്നത്? തോബിയാസാണ് പറയുന്നത്. അപ്പോൾ കുടുംബത്തിൽ ആരാണ് പ്രാർത്ഥന തുടങ്ങുന്നത്? പ്രാർത്ഥന തുടങ്ങേണ്ടത് കുടുംബനാഥനാണ്. കുടുംബനാഥന്മാരാരും പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകുക വളരെ ചുരുക്കമാണ്. കുടുംബനാഥന്മാരാണ് പ്രാർത്ഥിക്കുക. നമുക്കറിയാം, പള്ളിയിൽ പോകുന്നതും ധ്യാനകേന്ദ്രങ്ങളിൽ പോകുന്നതും ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം സ്ത്രീകൾ ധ്യാനകേന്ദ്രങ്ങളിൽ പ്രാർത്ഥനയ്ക്കും മറ്റും ഇരിക്കുകയായിരുന്നെങ്കിൽ ധ്യാനകേന്ദ്രങ്ങളെല്ലാം കടബാധ്യതയിലായേനെ. വലിയൊരു കടബാധ്യതയിലേക്ക് വിട്ടുപോയാൽ. കാരണം പുരുഷന്മാർ വളരെ ചുരുക്കമായിട്ടേ പോകാറുള്ളൂ. അപ്പോൾ സ്ത്രീകളാണ് നമ്മുടെ വിശ്വാസം, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആധാരമായിട്ട് നിൽക്കുക. പക്ഷേ തോബിത്തിൻ്റെ പുസ്തകം പറയുന്നത് പ്രാർത്ഥന ആരംഭിച്ചത് തോബിയാസാണെന്നാണ്. കുടുംബനാഥനാണ് പ്രാർത്ഥന ആരംഭിക്കുക. ഒരു കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വിടുതലും മോചനവും ലഭിക്കണമെങ്കിൽ, പിശാചിൻ്റെ പിടിയിൽ നിന്ന് ആ കുടുംബം രക്ഷിക്കപ്പെടണമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യം ഇതാണ്, ആ കുടുംബത്തിലെ കുടുംബനാഥൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കണം. കുടുംബനാഥനായിരിക്കണം പ്രാർത്ഥന ആ കുടുംബത്തിൽ ആരംഭിക്കേണ്ടത്. വചനം പറയുന്ന കാര്യമാണ്. തോബിയാസിൻ്റെ പ്രാർത്ഥന മനോഹരമായ പ്രാർത്ഥനയാണ്. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ, അവിടുത്തെ വിശുദ്ധവും മഹനീയമായ നാമം എന്നും വാഴ്ത്തപ്പെടട്ടെ, ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. അവിടുന്ന് ആദ്യത്തെ സൃഷ്ടിച്ചു, അവന് തുണയും താങ്ങുമായി ഹവ്വായെ നൽകി, അവരിൽ നിന്ന് മാനവ വംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യനേകനായിരിക്കും നന്നല്ല, അവന് വേണ്ടി അവനെ പോലുള്ള തുണയെ നമുക്ക് സൃഷ്ടിക്കാം. അതിനുശേഷം ദൈവത്തെ മഹത്വപ്പെടുത്തിയ ശേഷം തങ്ങളുടെ ജീവിതം എന്താണെന്ന് തോബിയാസ് പ്രാർത്ഥനകളിൽ പറഞ്ഞു വയ്ക്കുക. ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഈ വിവാഹത്തിലൂടെ സംഭവിച്ചതെന്ന് അവൻ ഉറപ്പിക്കുകയാണ്. മനുഷ്യനെ ഏകനായിരിക്കും നന്നല്ല എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആ ഉദ്ദേശമാണ് ഈ വിവാഹത്തിലൂടെ സംഭവിച്ചതെന്ന് അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രാർത്ഥന. മനോഹരമാണത്. ഇനി 7-ാമത്തെ വചനമാണ് വളരെ ശക്തമായിട്ട് എൻ്റെ മനസ്സിലേക്ക് നിൽക്കുന്നത്. തോബിയാസ് വീണ്ടും പ്രാർത്ഥന തുടരുകയാണ്. ഇങ്ങനെയാണ്, കർത്താവെ, ഞാനിവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്തിലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും. എത്ര മനോഹരമായ പ്രാർത്ഥന! യാതൊരുവിധ ജഡികമായ അഭിലാഷത്തിനും വേണ്ടിയിട്ട്, അഭിലാഷത്തോടു കൂടിയല്ല, അല്ലെങ്കിൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ജീവിത പങ്കാളിയുടെ സമ്പത്ത് മുന്നിൽ കണ്ടുകൊണ്ട്, സ്വർണത്തിൽ കണ്ണുവെച്ചുകൊണ്ട്, സമ്പത്തിൽ കണ്ണുവെച്ചുകൊണ്ട്, വാഹനങ്ങളിൽ കണ്ണുവെച്ചുകൊണ്ട്, എന്താ പറയുക, അങ്ങനെയുള്ള ഏതെങ്കിലും ഭൗതിക നേട്ടങ്ങളിൽ കണ്ണുവെച്ചുകൊണ്ടല്ല, ജീവിത പങ്കാളിയുടെ ജോലി, സാലറിയിൽ കണ്ണുവെച്ചുകൊണ്ടല്ല. ഇതൊന്നുമല്ല വിവാഹത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഞാനിവളെ സ്വീകരിക്കുന്നത് ജഡികമായ ഒരു അഭിലാഷത്തിലും ഒരു താല്പര്യത്താലുമല്ല. നിഷ്കളങ്കമായ സ്നേഹം, നിഷ്കളങ്കമായ പ്രേമം എന്നാണ് പറയുക. സ്നേഹത്തിനും അപ്പുറമാണ് പ്രേമം. ആഴമായ പ്രേമം, ആഴമായ സ്നേഹം ഉള്ളതുകൊണ്ടാണ് സാറായി സ്വീകരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എല്ലാ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. എന്തെങ്കിലും ഭൗതികമായ താല്പര്യത്തോടു കൂടി വിവാഹം കഴിക്കുന്ന വിവാഹം എല്ലാം തകർന്ന് തരിപ്പണമാകും. സ്ത്രീധനം മേടിച്ചുകൊണ്ട് വിവാഹം കഴിക്കുക, സ്ത്രീയെ തന്നെ ദൈവം നൽകിയ ധനമാണെന്ന് കാണാതെ
സ്ത്രീയുടെ സമ്പത്തിൽ കണ്ണുവെച്ചുകൊണ്ട് ആ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി ആ കുടുംബജീവിതം തകർന്നു പോകും. അപ്പോൾ ഭൗതികമായ ഏതൊരു ലക്ഷ്യത്തോടു കൂടിയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വിവാഹ ജീവിതം, ആ കുടുംബജീവിതം തകർന്നു തരിപ്പണാകും. ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവം കൂടെ നടക്കുന്ന അനുഭവം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്രകാരം അങ്ങനെ ഒരു കാരുണ്യം, അങ്ങനെയൊരു അവസ്ഥയിൽ വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് ഇവളോടത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അനുഗ്രഹിച്ചാൽ അത് വാർദ്ധക്യം വരെ, ഇവർ മരണം വരെ ഒന്നായിട്ട്, അല്ലെങ്കിൽ ദുഃഖങ്ങളും സങ്കടങ്ങളും എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അസ്വസ്ഥതകളുണ്ടാവും, എന്തുണ്ടാവട്ടെ. പക്ഷേ ഒന്നു ചേർന്ന് ഒന്നായിട്ട് വിവാഹ ജീവിതം, വിവാഹ ബന്ധം തകർന്നു പോകാതെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള ദൈവം കൂടെ ഉണ്ടായിരിക്കണം. ഇമ്മാനുവേൽ, ദൈവം കൂടെ വേണം. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. ദൈവം കൂടെയില്ലാത്ത വിവാഹങ്ങളാണ് ഇന്ന് നടക്കുന്നത് ഒട്ടുമുക്കാലും. അതുകൊണ്ട് എന്താ പറ്റുക? തകർന്നരിപ്പണമാകുന്നു. 3-ാം ദിവസം ഡിവോഴ്സിലേക്ക് എത്തുന്നു. കാരണം കൂടെയുള്ള ദൈവമല്ല. ഒന്നെങ്കിൽ പിശാചായിരിക്കാം, അല്ലെങ്കിൽ ഭൗതികമായ ലക്ഷ്യങ്ങളായിരിക്കാം. ഇവിടെ സാറ അതിനുശേഷം 8-ാമത്തെ വചനത്തിൽ സാറ പറയുന്നത് ഇങ്ങനെയാണ്. അവളുടെ തോബിയാസിൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ സാറ പറയുന്നു, ആമേൻ, ആമേൻ. എത്ര മനോഹരമാണെന്നറിയോ? ആമേൻ. ആമേൻ എന്ന് പറഞ്ഞാൽ അടിമപ്പെടുന്നു എന്നല്ല അർത്ഥം. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അടിമപ്പെടുന്നു എന്നല്ല അർത്ഥം. ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കട്ടെ എന്ന്. അതായത് പുരുഷൻ്റെ, തൻ്റെ ജീവിത പങ്കാളിയുടെ എല്ലാ നന്മകൾക്കും, എല്ലാ സ്വപ്നങ്ങൾക്കും, എല്ലാ അധ്വാനങ്ങൾക്കും, എല്ലാ ആഗ്രഹങ്ങൾക്കും, പ്രതീക്ഷകൾക്കും ആമേൻ പറഞ്ഞു കൂടെ നിൽക്കുക. ഐ ആം വിത്ത് യു എന്നാണ് എൻ്റെ അർത്ഥം. ഐ ആം വിത്ത് യു, ഐ എഗ്രി വിത്ത് യു. അല്ലാതെ ഞാൻ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നല്ല, നിന്നോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു എന്നാണ് അർത്ഥം. ചേർന്ന് നിൽക്കുന്നത് പരസ്പര പൂരകമാണത്. അപ്പോൾ ഈ ആമേൻ പരസ്പര പൂരകമായിട്ട് മാറും. പരസ്പരമുള്ള എഗ്രിമെൻ്റാണത് ഈ ആമേൻ എന്ന് പറയുന്നത്. ഐ എഗ്രി വിത്ത് യു. ഇവിടെ ഏറ്റക്കുറച്ചിലുകളില്ല, ചെറുതും വലുതുമൊന്നുമില്ല. ഈ ആമേനിൽ ചെറുതും വലുതുമില്ല, ഒന്നാണ്, ഈക്വൽ. എല്ലാ ആഗ്രഹങ്ങളും ഈക്വലാണ്, എല്ലാ സ്വപ്നങ്ങളും ഈക്വലാണ്, പ്രതീക്ഷകളെല്ലാം ഈക്വലാണ്, പ്രാർത്ഥന ഈക്വലാണ്, അധ്വാനം ഈക്വലാണ്. ഈ ഈക്വൽ ആയിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ആമേൻ എന്ന് പറയുക. ആമേൻ, ഐ എഗ്രി വിത്ത് യു. വളരെ മനോഹരമാണ് ഈ പ്രാർത്ഥന, അല്ലേ? വളരെ മനോഹരമാണ്. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് നോക്കണം കേട്ടോ. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ പ്രകാരമൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കണം. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ആമേൻ എന്ന് പറഞ്ഞ് നോക്കണം. ഇനി 25-ാമത്തെ വചനം കൂടി വായിച്ചുകൊണ്ട് നമ്മൾ ഈ വചന വിചിന്തനം അവസാനിപ്പിക്കുകയാണ്. പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നരായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. ഉൽപ്പത്തി പുസ്തകത്തിലാണ്. പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നരായിരുന്നെങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ അന്യൻ്റെ നഗ്നത അനാവൃതമാക്കരുത് എന്ന ശക്തമായ കൽപ്പന ദൈവം നൽകുന്നുണ്ട്. അവിടെ ഈ നഗ്നത എന്ന വാക്കാണ് ഉപയോഗിക്കുക. ഈ നഗ്നത എന്ന് പറയുമ്പോൾ അത് ശാരീരിക ബന്ധത്തെക്കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് വിവക്ഷിക്കുന്നത്. അതായത് വളരെ വ്യക്തമായി, സ്പഷ്ടമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവം നമ്മോട് പറയുകയാണ്, കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മാത്രമേ ലജ്ജയില്ലാതെ പരസ്പര ശാരീരിക ബന്ധം അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. എത്ര മനോഹരമാണ് നോക്കി. ലജ്ജിക്കേണ്ട ആവശ്യമില്ലാതെ പരസ്പര ശാരീരിക ബന്ധം ദൈവം അനുവദിച്ചിരിക്കുന്നത് സ്ത്രീ പുരുഷ അല്ലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണ്. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മാത്രമാണ്. അതിനപ്പുറം, അതിനുപരി മറ്റേതൊരു ബന്ധത്തിലും ഈ നഗ്നത അനാവൃതമാക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ വ്യഭിചാരമെന്ന് തന്നെ വളരെ സ്പഷ്ടമായിട്ട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു വച്ചിട്ടുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഈ നഗ്നത അനാവൃതമാക്കപ്പെടുന്ന ഒരവസ്ഥ, ലജ്ജയില്ലാതെ പരസ്പര ബന്ധം ഒന്നുചേരുന്ന അവസ്ഥ, അത് പരിശുദ്ധമാണ്, അതിന് ലക്ഷ്യമുണ്ട്, അത് വിശുദ്ധിയോടുകൂടി തന്നെ സംഭവിക്കുന്നൊരു കാര്യമാണ്. ആ പ്രവൃത്തിയിലൂടെ അവർ അശുദ്ധരാകുന്നില്ല, പ്രത്യുത പരസ്പര പൂരകമായി അവർ ഒന്നു ചേർന്ന് ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് ഇവർ സഞ്ചരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി, സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി, ഇതിൽ പങ്കുചേരുകയാണ് ചെയ്യുക ഈ മാതാപിതാക്കന്മാർ. മറ്റെല്ലാം പാപത്തിൻ്റെ ഗണത്തിൽ, വ്യഭിചാരത്തിൻ്റെ ഗണത്തിൽ പറഞ്ഞു വച്ചിരിക്കുക, ചേർത്ത് വച്ചിരിക്കുക. ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമാകും. മറ്റെല്ലാ ബന്ധങ്ങളും
ആ ബന്ധങ്ങളിൽ നഗ്നത അനാവൃതമാക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് വ്യഭിചാരമാണ്, പാപമാണ്, ശിക്ഷ വിധിക്ക് അർഹരാകുന്ന തിന്മയാണത്. തിന്മയാണ്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവം കൂടെയുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന നന്മകളെക്കുറിച്ചാണ് നമ്മൾ പറയുക. ഇമ്മാനുവേൽ, ഈ ക്രിസ്തുമസിൻ്റെ അനുബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇമ്മാനുവേൽ, കൂടെ നടക്കുന്ന ദൈവം, കൂടെ നടക്കുന്ന ദൈവത്തോട് ചേർന്ന് കൂടെ നടക്കുന്ന മനുഷ്യൻ, അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന നന്മകൾ, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കണ്ടത് കുടുംബജീവിതം, വിവാഹ ജീവിതത്തെക്കുറിച്ചൊക്കെയാണ്. ദൈവമാണ് കൂട്ടിച്ചേർക്കുന്നത്. കൂടെ നടക്കുന്ന തൻ്റെ കൂടെ നടക്കുന്ന മക്കൾക്ക് ചേരുന്ന ഇണയെ നൽകുന്ന ദൈവമാണ്. അത് അത്ഭുതകരമാം വിധം ചേർത്ത് വയ്ക്കുന്ന ദൈവമാണ്. കുറവുകളെ പരിഹരിച്ച് ചേർത്ത് വെക്കുന്ന ദൈവമാണ്. അന്വേഷിച്ച് കണ്ടെത്തുന്നത് ദൈവം തന്നെയാണ്. മാലാഖമാരുടെ സാന്നിധ്യമുണ്ട്. ദൈവം കൂടെയുണ്ട്. കുടുംബജീവിതത്തിൽ ദൈവം കൂടെയുണ്ട്. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ കൂടെ നടക്കുന്ന ഇമ്മാനുവേൽ ഈ ദിവസം മുതൽ തന്നെ നമ്മുടെ കുടുംബജീവിതത്തോട് ചേർന്ന് സഞ്ചരിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ പിതാക്കന്മാരെയും സമർപ്പിക്കാം. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ അനുഗ്രഹം ചൊരിയട്ടെ. തോബിയാസിനെയും സറായെയും അനുഗ്രഹിച്ച ദൈവം എല്ലാ യുവാക്കന്മാരെയും പ്രത്യേകമായിട്ട് ഈ ദിവസം അനുഗ്രഹിക്കട്ടെ. തങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനായിട്ട് ദൈവം തന്നെ മാലാഖമാരെ അയച്ചു കൂടെ സഞ്ചരിക്കട്ടെ. ദൈവം കൂടെ വസിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.